തമിഴ്നാട്ടിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിയെ വിജയിപ്പിച്ചു. 108 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി TVK. എന്നിട്ടും വിജയിയെ മുഖ്യമന്ത്രിയാക്കാൻ ഗവർണർ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്? രാജ്യത്ത് BJPക്ക് ഒരു നിയമവും മറ്റുള്ളവർക്ക് വേറെ നിയമമാവുന്നത് എന്തുകൊണ്ട്? 2017 ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന് 17 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. 13 സീറ്റാണ് അന്ന് BJPക്ക് നേടിയത്. പക്ഷേ ഗവർണർ സർക്കാർ രൂപീകരണത്തിന് വിളിച്ചത് BJPയെ. 2017 തന്നെ മണിപ്പൂർ ഇലക്ഷൻ. 28 സീറ്റുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. 21 സീറ്റുള്ള BJP രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഗവർണർ വിളിച്ചത് BJPയെ. 2018 കർണാടക ഇലക്ഷൻ. അവിടെ ജനതാദൾ കോൺഗ്രസ് സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചു. പക്ഷേ ഗവർണർ വിളിച്ചത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJPയെ. ഇതാണ് ഇവിടെ ഇരട്ടത്താപ്പ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിജയ് തടയുന്ന ഈ ഗവർണർ ആർലേക്കർ ആരാന്ന് നിങ്ങൾക്കറിയാമോ? ഗോവ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. BJPയുടെ മന്ത്രിയായിരുന്നു. RSSന്റെ അടിയുറച്ച കേഡർ. BJPക്ക് വേണ്ടി പണ്ട് നിയമങ്ങൾ വലിച്ചൊടിച്ച അതേ രീതിയാണോ ഇപ്പോഴും തമിഴ്നാട്ടിൽ പ്രയോഗിക്കുന്നത്? BJPക്ക് ഒരു നിയമം, മറ്റുള്ളവർക്ക് വേറെ നിയമം. ഇത് ജനാധിപത്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.